ഹലോ ഗായ്സ്, അപ്പം ഞാൻ ലോഡഡ് ഫ്രൈസ് പരീക്ഷിക്കാൻ പോകുന്നത് ട്രെൻഡ് ഔട്ടായെന്ന് അറിയാമെങ്കിലും കഴിക്കുന്ന സാധനമുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഉണ്ടായിരുന്നതൊക്കെ ബോണുള്ള ചിക്കനായതുകൊണ്ട് അതിനെയൊക്കെ നമുക്ക് ബോൺലെസ് ആക്കി ഇങ്ങോട്ട് എടുക്കാം. പിന്നെ അതിനകത്തോട്ട് കണ്ണിക്കണ്ട പൊടികളും മസാലകളും അങ്ങോട്ട് വാരിയിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കാം. പിന്നെ പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിക്കുക, അത് ചൂടാക്കിയിട്ട് ചിക്കൻ അങ്ങോട്ട് ഇടാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ജാറിനകത്തോട്ട് ഈ വെളുത്തുള്ളി, 2 മുട്ട, ഉപ്പ്, പഞ്ചസാര, വിനാഗിരി, എണ്ണ ഇത് ഇത്രയും കൂടെ ഒഴിച്ചങ്ങോട്ട് അടിച്ചങ്ങോട്ട് എടുക്കാം. ആഹാ, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അതങ്ങോട്ട് കോരി മാറ്റിയിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അവിടെ റെഡിയാകുന്ന നേരം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി അങ്ങോട്ട് ഇട്ട് അതിനെ ഒന്ന് ഇളക്കി ഒരു ക്രീം പോലെ ആക്കണം. ക്രീം പോലെ ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കി അങ്ങോട്ട് എടുക്കണം. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സ്ലൈസ് ചീസും കൂടി ഇട്ടിട്ട് അതിനെയും കൂടെ മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനെയും കൂടെ കോരി മാറ്റാം. അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രം. കേക്ക് ഉണ്ടാക്കുന്ന പാത്രം, വേറെ പാത്രമൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് പിച്ചി ചിന്തി ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ക്രീം ചീസും വൈറ്റ് സോസിനകത്ത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ടേ, പിന്നെ മയണൈസും ഇട്ട് വീണ്ടും നമ്മൾ ചിക്കൻ ഇടണം, ഫ്രൈസ് ഇടണം, ചീസ് സോസും അതും ഇതെല്ലാം വാരിയിട്ട് നമ്മുടെ സാധനം സെറ്റ് ചെയ്ത് വെക്കണം. ആഹാ, പിന്നെ ഈ പാത്രത്തിനകത്താണ് ഞാൻ ലോഡഡ് ഫ്രൈസ് ഫ്രൈ ചെയ്യാൻ പോണത്, ബേക്ക് ചെയ്യാൻ പോണത്. ഓവൻ സെറ്റപ്പ് ഒന്നും ഇല്ല, നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ ഒരു 15 മിനിറ്റ് അതിനകത്ത് അടച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണിത്, അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം അത് ഞാൻ ഫിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ ലോഡഡ് ഫ്രൈസും സെറ്റ് ആയിട്ടുണ്ട്. നോക്കുക, എന്താ രസം കാണാൻ.